കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹീതമായ നല്ല രാത്രിയുടെ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സഭയുടെ തിരുവചന ധ്യാനം നമുക്ക് ഒരുമിച്ച് ലഭിക്കപ്പെടേണ്ടതിന് വേണ്ടിയും അത് നമ്മുടെ ആധ്യാത്മിക മേഖലകളെ ശാക്തീകരിക്കുന്നതിനായും സഭയായി നമ്മൾ ഒരുമിച്ച് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ യോഗത്തിന്റെ ഈ രാത്രിയിൽ ദൈവസന്നിധിയിലും നിങ്ങളുടെ ഭവനങ്ങളിലുമായിരുന്നു ശ്രമിക്കുന്ന എല്ലാ മാന്യ പ്രിയപ്പെട്ടവർക്കും സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും കുഞ്ഞുങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രത്യേകാൽ വന്ദനം ചൊല്ലും. നമുക്ക് ദൈവവചനം ചിന്തയ്ക്കായി നമ്മൾ കടന്നു വരികയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മുടെ സഭയുടെ ഹൗസ് വിസിറ്റിങ്ങും ഒക്കെ ആയിരുന്നപ്പോൾ പലരെയും ദൈവവചനം ഉപദേശിക്കാനും പലരുടെയും ഭവനത്തിൽ ദൈവവചനം പറയാനും നല്ല നിലയിൽ ഉപദേശിക്കാനും ഒക്കെയുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം എനിക്കും അത് കൂടുതൽ പ്രയോജനകരമായി എന്ന് പറയുന്നതിലാണ് എനിക്ക് കൂടുതൽ സന്തോഷം. നമ്മൾ ദൈവവചനം കേട്ടാൽ മാത്രം പോരാ, നമ്മൾ ദൈവവചനം കേൾക്കാത്തവരുമല്ല. പ്രത്യേകിച്ച് ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ സഭ, ഫെയ്ത്ത് സെന്റർ സഭ, ദൈവവചനത്തിന്റെ ദാരിദ്ര്യം ഉണ്ടായിരുന്ന ഒരു സഭയല്ല. പ്രഗത്ഭരായ തിയോളജിയൻസായ കർത്തൃദാസന്മാരുടെ അനുഗ്രഹീത വേദപഠനം നടത്തിയ ഒരു സഭയാണ് ഫെയ്ത്ത് സെന്റർ. ഈ സഭയിൽ അങ്ങനെ ദൈവവചനം കേട്ട നമ്മുടെ മേൽ നമ്മൾ അനുവർത്തിക്കേണ്ട കാര്യങ്ങളെ കൃത്യമായി നമ്മൾ അനുവർത്തിച്ചു പോണം. ഇത് അല്ലെങ്കിൽ പിന്നെ ഇത് കേൾക്കാതിരിക്കണമായിരുന്നു. പക്ഷെ നമ്മളിത് കേട്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചേ പറ്റൂ. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ തത്വം. അങ്ങനെയാണ്. ഇനി ഒരു പ്രസംഗമാണ് നമ്മൾ കേൾക്കുന്നതെങ്കിലും ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കുന്ന ഈ ദൈവവചനമാണെങ്കിൽ പോലും നമ്മൾ ഒന്നിച്ച് അംഗീകരിക്കേണ്ട വിഷയം വരുമ്പോഴാണ് നമ്മൾ ഒന്നിച്ച് ചേർന്ന് ആമേൻ എന്ന് പറയുന്നത്. അത് അംഗീകരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ആമേൻ പറയുകയും ചെയ്തു. കാരണം ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം അതങ്ങനെ തന്നെ എന്നാണ്. പക്ഷേ നമ്മൾ ഈ വചനത്തിന്റെ പാണ്ഡിത്യത്തിലേക്കും വിശ്വാസത്തിന്റെ മൂർധന്യമേറിയ അളവിലേക്കും ഒക്കെ അങ്ങ് ഒരു ഏതാണ്ട് ഒരു ലെവലിൽ എത്തിയെന്ന് സ്വയമായിട്ട് നമുക്ക് തോന്നുന്നത് കൊണ്ട് പലപ്പോഴും ഈ അംഗീകരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നും വരുമ്പോൾ നമ്മൾ ആമേൻ പറയത്തില്ല. ദൈവദാസനായിരിക്കുന്ന പത്രോസ് 1-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ സഭയുടെ ആദ്യ AD 30 കാലഘട്ടങ്ങളിലാണല്ലോ പരിശുദ്ധാത്മാവിന്റെ പകർച്ച ഉണ്ടാകുകയും സഭ ഉടലെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അവിടെയാണ്. മർക്കോസിന്റെ മാളിമുറിയിൽ ഇറങ്ങിയ പരിശുദ്ധാത്മാവിന്റെ ആ നവീകരണം വളരെ ശക്തമായിരുന്നു. അന്ന് 3000 പേര് രക്ഷിക്കപ്പെടുവാനൊക്കെ ഇടയായി തീർന്ന വേദപുസ്തക ചരിത്രം, സഭയുടെ ആരംഭകാലം. ആ പത്രോസ് പ്രസംഗിക്കുന്നത് 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചെന്നാ വായിക്കുന്നത്. ഇവര് 11 പേരും തന്റെ ഇടം വരെ നിന്നല്ല. ഇദ്ദേഹം പ്രസംഗിക്കുന്ന പത്രോസ് ലീഗ പറയുന്ന കാര്യത്തിന് ആമേൻ പറയാൻ ബാക്കി 10 പേര് തന്റെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു ആമേൻ പറയാം. എന്നാൽ നമ്മൾ സാമുദായിക സഭയിൽ ഉൾപ്പെട്ടു നിന്നവര് നിരവധി പേരുണ്ട്. അവിടെ ആയിരുന്നപ്പോൾ അവിടെ വായിക്കുന്ന അവിടുത്തെ ആചാര ശുശ്രൂഷയുടെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അതിന്റെ ഒടുവിൽ വായിച്ച് നിർത്തുമ്പോൾ ആമേൻ എന്നെല്ലാരും ചേർന്ന് പറയുക മാത്രമല്ല, അവിടെ ഒരു കുരിശുവരെയും കൂടെ നടത്തുമായിരുന്നു. അപ്പോ നമ്മുടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ആമേനും ഇല്ല,
ഇതൊന്നുമില്ല. നമ്മൾ പാണ്ഡിത്യത്തിന്റെ ഉന്നതിയിൽ എത്തിയത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, എന്തിനാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്? ഞാനിത് അങ്ങനെ തന്നെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സമർപ്പിക്കുന്നു, ഞാൻ അതിന്റെ മുമ്പിൽ കീഴ്പ്പെടുന്നു, എന്നിട്ട് അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം. നമുക്ക് ജീവിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടും അങ്ങനെ പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും വേഷത്തിൽ ഭക്തിയോടെ ജീവിക്കാനുള്ള ഒരു കാപട്യത നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ വാ തുറന്ന് എന്നാ പറയാത്തത്. നമ്മൾ ഈ ആമയും പറയത്തില്ല, ഉയിര് പോനാലും ഞാൻ പറയാൻ മാട്ടോ. പക്ഷെ നമ്മൾ ഇതിനകത്തുണ്ട് താനും. നിരവധി പേര് തെറ്റിക്കൊണ്ടിരിക്കുകയാണ്, അനേകരെ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കൾ വളരെ ജാഗരൂകരായി ജീവിക്കേണ്ട ഒരു കാലമാണ്. ബൈബിൾ അറിയാം, പാട്ടറിയാം, പ്രസംഗം അറിയാം, കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷേ എന്തിയെ, എവിടാ? ഞാൻ പറയുന്നത് ഇത് പ്രമാണയുഗമല്ല, ഇത് പ്രമാണത്തിന്റെ യുഗമല്ല, ഇത് കൃപയുടെ യുഗമാണ്. നമ്മൾ കൃപയുടെ പ്രമാണത്തിലാണ് നിൽക്കുന്നേ. ഇവിടാണ് നമ്മൾ വളരെ ക്രമീകൃതമായ നിലയിൽ ജീവിക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ കാലഘട്ടം എത്രയും നമ്മൾ ശക്തമായ നിലയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ, നമ്മൾ ഇവിടെ ധന്യരായി മാറും. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കണ്ടുവരുന്ന സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ കണ്ടുവരുന്നത് മുഴുവൻ കാപട്യങ്ങളാണ്, ഭക്തിയുടെ വേഷധാരികൾ. ഇത് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഇത് ഏറ്റവും കൂടുതൽ പ്രബലമാക്കിയിരുന്നത് പരീശന്മാരും ശാസ്ത്രിമാരുമായിരുന്നു. ഏത്? ഭക്തിയുടെ വേഷധാരികൾ. അവർക്ക് സ്ഥിരം ഖസാരയുണ്ട്, അവരുടെ വസ്ത്രധാരണങ്ങൾ അങ്ങനെയാണ്, അവർക്ക് പള്ളിയിലായാലും അങ്ങാടിയിലായാലും പ്രത്യേക ആദരവുകളുണ്ട്. അവരെ ജനം അവരുടെ കാലിൽ വണങ്ങി നമസ്കരിക്കേണ്ട ഗതികേടുകളുണ്ട്. അവരെ സഹോദരങ്ങൾ എന്ന് വിളിക്കുന്നതിൽ അവർക്ക് താല്പര്യക്കുറവുണ്ട്. അവരുടെ പദവിക്കും അവരുടെ പഠനത്തിനും അവർക്ക് ലഭിച്ചിട്ടുള്ള സമൂഹത്തിൽ ലഭിച്ചിട്ടുള്ള ഉയർന്ന നിലവാരത്തിനും അനുസരിച്ച് അവരെ വിളിക്കേണ്ടതായ ഒരു തത്വമുണ്ട്. സമൂഹത്തിൽ അവരെ അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പൊ ഒന്നി സാറേന്നോ അല്ലെങ്കിൽ വേറെ നമ്മള് നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് സേട്ടെന്നോ എന്തേലുമൊക്കെ അവർക്ക് ലഭിക്കേണ്ട ആ പദവിക്കനുസരിച്ചുള്ള കോളിംഗ് അവർക്ക് വേണം. അവരെ മറ്റുള്ളവർ ആദരിക്കുന്നു എന്ന് അല്ലെ ബഹുമാനിക്കുന്നു എന്നുള്ള ഒരു നിലവാരത്തിലുള്ള വിളിയും പറച്ചിലും താഴ്മയും കുമ്പിടിലും ഒക്കെ അവർക്ക് ആവശ്യമാണ്. ഇതെല്ലാം പരീശന്മാരുടെ കണക്കിൽപ്പെട്ട കാര്യങ്ങളാണ്. യേശു പറഞ്ഞത് നിങ്ങൾക്ക് ഇതൊന്നും പാടില്ല. നമ്മുടെ ഇടയിലാണെങ്കിൽ പോലും ഒരാൾ ചിലപ്പോൾ PhD എടുത്ത ആളായിരിക്കും, ഡോക്ടറേറ്റ് ലഭിച്ച ആളായിരിക്കും, റവറന്റ് ഡോക്ടർ ഇന്നയാള് എന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ അയാൾ നമ്മളെ പിണങ്ങുന്നത് മാത്രമല്ല ചിലപ്പോൾ നമ്മളെ പറഞ്ഞു വിട്ടെന്നിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ ആ പൊസിഷൻ അനുസരിച്ച് അദ്ദേഹത്തെ നമ്മൾ സംബോധന ചെയ്തില്ല, അല്ലെ വിളിച്ചില്ല, കേട്ടില്ല. എന്നാൽ യേശു കർത്താവ് പറഞ്ഞു പഠിപ്പിക്കുന്നത് അങ്ങനെയൊന്നും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ സാദൃശ്യമായ സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ജനം സഹോദരങ്ങളാണ്. ഇനിയും ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു സഹോദരിയെ സഹോദരി എന്ന് വിളിക്കുന്നതിനോട് വലിയ താല്പര്യം കാണത്തില്ല. ആ സഹോദരിയെ സിസ്റ്റർ എന്ന് ഇംഗ്ലീഷിൽ വിളിക്കണം. ചിലരെ അങ്ങനെയൊക്കെ ഉണ്ട്. സഹോദരി എന്ന് വിളിക്കുമ്പോൾ എന്തോ കുറഞ്ഞു പോയതുപോലെ തോന്നും. എന്നാൽ ഇംഗ്ലീഷിൽ ചേർത്ത് വിളിക്കുമ്പോൾ, ഇംഗ്ലീഷിൽ വിളിക്കുമ്പോൾ സിസ്റ്ററെ എന്ന് വിളിക്കുന്ന പറഞ്ഞാൽ എന്തോ കിട്ടിയതുപോലെയാണ്.
അപ്പൊ സഹോദരി എന്ന് പറയുമ്പോഴത്തേന് എന്തോ കുറഞ്ഞു പോയതുപോലെ. ഇത് മംഗ്ലീഷ് ആക്കുമ്പോൾ സഹോദരി എന്നാണ് വരുന്നത്. അതുപോലും തിരിച്ചറിയാൻ കഴിയാതെ അതിനു വരെ മുഖം വീർപ്പിച്ചും വിഘടനമായ ആത്മീയത പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളോടാണ് യേശു കർത്താവ് പറയുന്നത്, ഈ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ സഭയ്ക്കകത്തിരുന്നിട്ട് കാര്യമില്ല, ദശാംശം കൊടുത്തിട്ട് കാര്യമില്ല, പൊട്ടിയിട്ട് അന്യഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല, നീ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. നമുക്ക് വേണ്ടത് ഇവിടുത്തെ സെറ്റപ്പ് അല്ല, നമുക്ക് വേണ്ടത് നിത്യതയാണ്. നമുക്ക് നിത്യതയാണ് വേണ്ടത്. ആൾക്കാർക്ക് അതല്ല വേണ്ടത്, ആൾക്കാർക്ക് ഇവിടുത്തെ സെറ്റപ്പ് അല്ലെ. നമുക്ക് ഇവിടെ സെറ്റപ്പായിട്ട് അടിപൊളി സംഭവമായിട്ട് പോണം. നോ, നെവർ, ഒരിക്കലും അല്ല. അങ്ങനെയൊന്നും നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. ഇവിടുത്തെ കാര്യമല്ല കർത്താവ് പറയുന്നത്, കർത്താവ് നിത്യതയുടെ കാര്യമാണ് പറയുന്നത്. ദൈവമക്കളെ, നമ്മൾ ഈ വന്നിരുന്ന് 10-15 പേര് ഇതിനകത്ത് വന്നിരുന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം ഉണ്ടാകണം. കർത്താവെ വല്ല വിധേന, പൗലോസൊക്കെ പറയുന്നത് വല്ല വിധേന ഇവിടുന്ന് രക്ഷപ്പെടണം. നമുക്കൊക്കെ അത് മാത്രമേ നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കണം. ഇവിടെ നമ്മൾ അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ പരീശന്മാരുടെ ഇടപാടുകൾ? എന്താണ് യേശു പറഞ്ഞ അവരുടെ നീതിയെ കവിയണം? എന്താണ് അവരുടെ ഈ പറയപ്പെടുന്ന നീതികൾ? എന്താണ്? നമ്മൾ ഏതിലൊക്കെയാണ് കവിയേണ്ടത്? യേശു ഇവിടെ പറഞ്ഞു, നിങ്ങളുടെ നീതി ശാസ്ത്രമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് പറഞ്ഞത് പൗലോസ് അല്ല, പത്രോസ് അല്ല, തോമാസ് ലീഗ അല്ല. ഇത് പറഞ്ഞത് നമ്മുടെ അപ്പോസ്തലന്മാരോ നമ്മുടെ ലീഡേഴ്സ് ആരുമല്ല. ഇത് പറഞ്ഞത് ഒരു പുസ്തകത്തിലെ ആരോ എഴുതിയിരിക്കുന്ന ഒരു വ്യാഖ്യാന ഗ്രന്ഥത്തിന്റെ ഒരു ഭാഗം അടർത്തി ഞാൻ പറയുന്നതുമല്ല. ഇത് യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാരോട് ആധികാരികമായി പറഞ്ഞുറപ്പിച്ച ദൈവവചനമാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ എന്നെ കേൾക്കുന്ന, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ആധികാരികമായും ഞാൻ ഓർപ്പിച്ചുണർത്തുന്നത്, പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. ക്രൈസ്തലോ, യേശു പറഞ്ഞത് നിങ്ങൾ അന്യഭാഷ പറയണം. യേശു പറഞ്ഞത് നിങ്ങൾ ആത്മാവിൽ കൈകൊട്ടണം. യേശു പറഞ്ഞത് നിങ്ങൾ സഭായത്തിൽ വന്ന് പ്രാർത്ഥിക്കണം. യേശു പറഞ്ഞത് നിങ്ങൾ പാടണം, നിങ്ങൾക്ക് മൈക്ക് വേണം, കീബോർഡ് വേണം. ഇതൊന്നും യേശു പറഞ്ഞില്ല. നമ്മുടെ സെറ്റപ്പിൽ ഇതൊന്നും വേണ്ടെന്നല്ല അതിന്റെ അർത്ഥം. ഇതൊന്നും വേണ്ടെന്ന് പഠിപ്പിക്കുകയല്ല, ഇതെല്ലാം വേണം. പക്ഷേ ഇതെല്ലാം ഉള്ളപ്പോൾ ഈ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നിലവാരത്തിലുള്ള ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ ഇത് ചെയ്തിട്ട് എന്ത് കാര്യം? നമ്മൾ നയിക്കുന്ന ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലിരിക്കും നമ്മുടെ മേൽപോട്ടുള്ള യാത്ര, അല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ? നിങ്ങൾ ആടിന്റെ ചെവി വെള്ളം ഒഴിക്കുമ്പോഴെങ്കിലും ഇങ്ങനെ 2 ആട്ടൊക്കെ ആട്ടാറുണ്ട് എന്ന് പറഞ്ഞ പോലെ പറഞ്ഞില്ലെങ്കിലും തലയെങ്കിലും ഒന്ന് ആട്ടുവാണെങ്കിൽ ഒരു സുഖമുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേ, എന്താണ് ഇവരുടെ പരിപാടി? ഒന്നാമത്തെ കാര്യം, നിങ്ങൾ മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിന്റെ വാക്യങ്ങൾ 23-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ ഇവര് പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുവേ. മത്തായി സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുമ്പം നമുക്ക് അതിനകത്ത് മുഴുവനും അതിന്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ശക്തമായി ഇവരുടെ ചെയ്തികൾ, ഇവരുടെ ആചാരം, ഇവര് വരുന്നത്, ഇവരിയ്ക്കുന്നത്, ഇവര് കൊടുക്കുന്നത്, ഇവര് പറയുന്നത് അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ യേശു ഈ വചനത്തിലൂടെ ശക്തമായി നമ്മളെ പ്രബോധിപ്പിക്കുന്നുണ്ട്. ഈ സുവിശേഷം വളരെ ശക്തിയോടെ നല്ല നിലയിൽ ഇത് എഴുതി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവർക്ക് വാചകമേ ഉള്ളൂ, വർത്തമാനമേ ഉള്ളൂ, പ്രവൃത്തിയില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്.
ഇവരുടെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇവര് പറയും, പ്രവർത്തിക്കുന്നില്ല. ഇവര് പറയുന്ന ഇവരുടെ ഒരു അത് നമ്മുടെ ഇടയിലും ഉണ്ട്, ചിലരുണ്ട്. പിന്നെ പിന്നെ നമ്മുടെ ഇടയിലും അങ്ങനെ നമുക്ക് ചിലരെയൊക്കെ കാണാം. പറയത്തലേ ഉള്ളൂ. പക്ഷേങ്കിൽ യോഗമില്ല, ഉപവാസ പ്രാർത്ഥന ഇല്ല, അത് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞാൽ ഉടനെ അതിന് വഴക്കുണ്ടാക്കും. എന്തിന് ക്യാൻസൽ ചെയ്തു? ആരോട് ചോദിച്ചിട്ട് ക്യാൻസൽ ചെയ്തു? അതിന്റെ കാര്യം എന്തായിരുന്നു? പക്ഷെ ഈ അണ്ണൻ ഒരിക്കലും എന്തിനു വരത്തില്ല, ഈ പ്രാർത്ഥനയ്ക്ക് വരികയില്ല. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കോ വരാത്ത ആൾക്കാണ് ഇത് ക്യാൻസൽ ചെയ്തതിന്റെ പേരിൽ ഭയങ്കര വിഷമമാണ്. അവരൊരു 25 പേരോട് ഇത് നോട്ടീസ് അടിച്ച് ഭയങ്കര വിഷയം ഉണ്ടായിക്കളയും. പക്ഷെ ഒരു പ്രാർത്ഥനയ്ക്ക് പോലും വരത്തില്ല. അസ്ഥി കഷ്ടിച്ച് അത്യാവശ്യത്തിന് ഒരു യോഗത്തിന് വന്ന് തലയും കാണിച്ച് പോകുന്നതല്ലാതെ ഇവർ പറയുന്നതല്ലാതെ പ്രവർത്തിക്കില്ല. ഒന്നാമത്തെ ലക്ഷണമാണ് അത്. അങ്ങനെയുള്ള നമ്മൾ വളരെ ശ്രദ്ധിച്ചോണം, വളരെ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത്, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ചില ദൃഷ്ടാന്തങ്ങളൊക്കെ ദൈവം കൊണ്ടുവന്നിട്ട് ചിലരെ അതിൻ്റെ കൂടെ ഉരുട്ടിപ്പരട്ടി ദൈവം നടത്തി കാണിക്കുമ്പോ കൃപയുള്ള ദൈവമക്കൾ, അല്പം പരിജ്ഞാനമുള്ള ദൈവമക്കൾ ഇത് കണ്ടിട്ടെങ്കിലും കൃപയെന്ന് പോകാതെ നോക്കണം. നമ്മുടെ ഇടയിൽ തന്നെ ഈ വചനം അറിയാം, പാട്ടറിയാം, പ്രസംഗിക്കാനൊക്കെ പുൾപിറ്റയിലോട്ട് കയറ്റി നിർത്തി കഴിഞ്ഞാൽ മണിക്കൂറുകൾ നിന്ന് അവർ പ്രസംഗിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേങ്കിൽ നിത്യതയിലേക്ക് വേണ്ടുന്നത് അവർ ഛർദിച്ചു വെച്ചിട്ടുണ്ടോ? നിത്യതയിലേക്ക് പോകാനുള്ള ക്രമീകരണം അവരുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നൊരു സ്വയശോധന നടത്തണം. ഇവിടെ പരീക്ഷന്മാർ അതാണ് നമ്മൾ ആദ്യത്തെ വാക്യങ്ങളിലൊക്കെ വായിക്കുമ്പോൾ, നമ്മൾ അങ്ങനെ 3-ാം വാക്യം മുതലൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇവര് പറയുന്നതല്ലാതെ പ്രവർത്തിക്കുന്നില്ല താനും. അഞ്ചാം വാക്യത്തിൽ അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിന് അത്ര ചെയ്യുന്നു. അങ്ങനെയല്ലേ? നിങ്ങൾ ബൈബിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കേ. അവർ തങ്ങളുടെ പ്രവർത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിനത്ര ചെയ്യുന്നത്. ഇതെല്ലാം മനുഷ്യന്റെ ഇടയിലുള്ള ഞാൻ വലിയ ആളാണ്, ഞാൻ ഭക്തനാണ്, ഞാനാണ് ആത്മീകൻ, ഞാൻ വലിയ ആളാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ബദ്ധപ്പാടുകളാണ്. ഇതുകൊണ്ട് എന്ത് നേട്ടം? ചിലർ വാശിക്ക് വാരിയേറി പൈസ സഭയിലോട്ടൊക്കെ ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് അവര് വലിയ ഹൈലൈറ്റ് ആയിട്ട് ഇങ്ങനെ സഭയ്ക്കകത്ത് നിൽക്കുകയാണ്. ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പുള്ളി, എന്നെ കഴിഞ്ഞ് വേറെ ആരുമില്ല. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ആരെങ്കിലും ഈ പരീശന്മാരുടെ നിലവാരത്തിൽ കാണിച്ച് സഭയിൽ ഇരുന്ന അധികം നാൾ, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അധികം നാൾ അവൻ മുഴുക്കുകയല്ല. അങ്ങനെ പൗലോസ് പറയാ, അധികം അവൻ മുഴുക്കത്തില്ല. ശ്രദ്ധിച്ചോണം, അധികം നീ മുഴുക്കത്തില്ല. അതിനു മുമ്പ് എവിടെയെങ്കിലും ഒരു പുഴുക്കുത്ത് നിനക്ക് പിടിക്കും, നിന്നെ കുത്തും, അത് നീ തകർന്ന് തരിപ്പണമായി പോകും. ഇതൊന്നും വേഷ സംവിധാനം കൊണ്ട് നിത്യതയിലെത്താനൊന്നും ആർക്കും പറ്റത്തില്ല. യേശു പറഞ്ഞു, എൻ്റെ പിതാവ്, കുറിവാക്യം നിങ്ങൾ എപ്പോഴും ഓർത്തണം, എൻ്റെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകണം. നമ്മൾ ഡേ ബൈ ഡേ നമ്മൾ ചെയ്ത് വരണം. അനുഷ്ഠിച്ച് വേണം വരാൻ. നമ്മളിത് ചെയ്താലേ നമ്മൾ അങ്ങനെ ആകത്തുള്ളൂ. പറച്ചിലാകത്തില്ല, പ്രവൃത്തിയിൽ കൊണ്ടുവരണം. യാക്കോപ്പോസ്തലൻ, ഞാൻ ഇതിനു മുമ്പുള്ള കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചത് അങ്ങോട്ട് പോകുന്നില്ല. യാക്കോപ്പോസ്തലനും റോമാലേഖനവും ഒക്കെ വിശ്വാസത്താലുള്ള നീതീകരണത്തെ കുറിച്ച് സമാന്തരമായി പുറപ്പെടുന്ന 2 രേഖകളാണെന്നും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. യാക്കോബ് കൂടുതലായി, പൗലോസ് റോമാലേഖനത്തിൽ വിശ്വാസത്താലുള്ള നീതീകരണമാണ് പറയുന്നതെങ്കിൽ യാക്കോബ് പഠിപ്പിച്ചത് മുഴുവനും വിശ്വാസം മാത്രം പോരാ, നമുക്ക് ആ വിശ്വാസത്തിന്റെ കൂടെ പ്രവൃത്തിയും കൂടെ ഉണ്ടെങ്കിലേ നീതീകരണം പൂർത്തീകരിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത് വെറുതെ അല്ല.
വെറുതെ അല്ലേ ഇത് അത്ര. ഈ നമ്മൾ ഇതിനകത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പലരും വിചാരിച്ചിരിക്കും നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമില്ല. ഓക്കെ, കഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ചെറിയ സെറ്റപ്പിലാണ് രോഗം മാറി, കഷ്ടം മാറി എന്നൊക്കെ ഉള്ള നിലവാരത്തിൽ. അല്ലല്ലല്ല, അങ്ങനെയൊന്നുമുള്ള ഈ ക്രമീകരണം ഇതിനകത്തില്ല. ഇതിനകത്ത് ഇതെല്ലാം ഉണ്ട്. നമ്മൾ പഠിച്ചു വരാൻ പോവാണ്. അപ്പോഴാണ് നമ്മൾ കാണാൻ പറ്റുന്നത് ഇതിന് കഷ്ടമുണ്ട്, മഹാദാരിദ്ര്യമുണ്ട്. ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ കഷ്ടമുള്ളതും ഏറ്റവും കൂടുതൽ മഹാദാരിദ്ര്യമുള്ളതും ഈ പ്രസ്ഥാനത്തിലാണ്. പക്ഷേ മഹാദാരിദ്ര്യം ഉള്ളപ്പോഴും മഹാകഷ്ടമുള്ളപ്പോഴും അവൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും ഇതിനകത്തിരുന്നാണ്. അത് നമ്മൾ അതിന് സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ടത് ഈ പിന്നെ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വേണ്ടത് നിയമത്തിന്റെ കീഴിലാണെങ്കിൽ നമ്മൾ വലഞ്ഞു പോകും. നിയമത്തിന്റെ കീഴിൽ നമ്മളെ വിടുവിച്ചു. നമ്മളെ ഇപ്പോൾ കൃപയുടെ നിയമ കൃപയുടെ കീഴിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം വളരെ ഗൗരവപരമായിട്ട് നമ്മൾ കാണണം. നമ്മൾ അങ്ങനെ ആയെങ്കിൽ മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളത്. നമ്മൾ അടുത്ത വാക്യത്തിൽ നോക്കിക്കേ. അത്താഴത്തിൽ പ്രധാന സ്ഥലം, പള്ളിയിൽ മുഖ്യാസനം, അങ്ങാടിയിൽ വന്ദനം, മനുഷ്യർ റബി എന്ന് വിളിക്കുന്നതും അവർക്ക് പ്രിയമാകും. നമ്മൾ ശ്രദ്ധിച്ചു, മനുഷ്യർ അവരെ എങ്ങനെ വിളിക്കണം? സഹോദര, സിസ്റ്ററെ, ബ്രദറെ, സഹോദര എന്നൊന്നും വിളിക്കാൻ ഒക്കത്തില്ല. അവരെ റബി എന്ന് വിളിക്കണം. റബി എന്ന് വിളിച്ചാൽ നമ്മുടെ അർത്ഥത്തിൽ പറഞ്ഞ റബി എന്ന് പറഞ്ഞ ഒരു ഗുരുവാണ്, അധ്യാപകനാണ്. ഒരു അധ്യാപകനെ നമ്മൾ സേർ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇന്നും നിങ്ങൾ ഒക്കെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഓഫീസുകളിലോ ഒക്കെ ചെന്നാൽ പരസ്പരം പാസ്റ്റർമാര് തന്നെ വിളിക്കുന്നത് സാറേ എന്ന്. എന്നെ എടുത്തിട്ട് ഈ സാറ്. ഈ ഉപദേശിമാരെ എല്ലാം പണ്ട് കാലത്തൊക്കെ വിളിച്ചോണ്ടിരുന്ന എല്ലാം ഉപദേശി എന്നല്ലായിരുന്നു. ഉപദേശിക്കുന്നവനെയാണ് എന്നെ വിളിക്കുന്നത്. ഉപദേശി എന്ന് വിളിച്ചോണ്ടിരുന്നത്. ഇന്ന് ഉപദേശികളെല്ലാം മാറി, എല്ലാവരും ഡോക്ടറായി. ഞാൻ ചോദിക്കുന്നത്, ഈ ഡോക്ടർമാർ ഒരെണ്ണത്തിന്റെ ഒരു മൂക്കിപ്പനി പോലും മാറ്റാനുള്ള ആർജവത്വം ഇന്ന് വരെ കാണിച്ചിട്ടില്ല. പക്ഷെ അവരെ എങ്ങനെ വിളിക്കണം? നമ്മൾ ഡോക്ടറെ എന്ന് വിളിക്കണം, അല്ലെ റവറന്റ് എന്ന് വിളിക്കും. ഇനി ഈവൻ പാസ്റ്ററെ എന്ന് വിളിച്ചാൽ, പാസ്റ്ററെ എന്ന് വിളിച്ചില്ലെങ്കിൽ പോലും പ്രശ്നം ഉണ്ടാക്കുന്ന പാസ്റ്റർമാരുണ്ട്. എന്നെ പാസ്റ്റർ എന്ന് വിളിച്ചില്ല. ഞാൻ ചോദിക്കുന്നത്, ഇതെല്ലാം മാനുഷിക നിലയിൽ ഉണ്ടാക്കിയ സെറ്റപ്പുകളാ. നമ്മളെല്ലാം ധന്യനായ പത്രോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്, എല്ലാവരെയും കർത്താവ് വിളിച്ചിരിക്കുന്ന അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചതാണ്. എന്തിന്? വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ദൈവം തമ്പുരാൻ തെരഞ്ഞെടുത്ത രാജകീയ പുരോഹിത വർഗമാണ്. ആർക്കെവിടെയാ പദവി? എല്ലാവർക്കും ഒരേ പദവി, ഒരേ കൃപ. തമ്മിൽ സ്നേഹിക്കണം, തമ്മിൽ ബഹുമാനിക്കണം. നിന്റെ സഹോദരനെ നിന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് കരുതാൻ നിനക്ക് കൃപയുണ്ടെങ്കിൽ നീ ആ ശ്രേഷ്ഠൻ. നമുക്ക് അങ്ങനെ കഴിയണം. നമുക്ക് അങ്ങനെയൊന്നും കഴിയാതെ, എന്നേക്കാൾ കഴിഞ്ഞ ആരും വളരരുത്, എന്നേക്കാൾ കഴിഞ്ഞ ആരും നല്ല നിലയിൽ പോകരുത്, എന്നേക്കാൾ കഴിഞ്ഞിട്ട് ആരും ഒന്നും ആകരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ മൂക്കുകുത്തിപ്പോയി. എന്നിട്ട് നോക്കുന്നത് മുഴുവൻ സഭായോഗത്തിന് വന്നാൽ കർത്താവിനെ അല്ലല്ലോ നോക്കുന്നേ, വട്ടത്തിൽ കറങ്ങി നോക്കുകയാണ്. എന്തിനാണ്? എന്നേക്കാൾ വലുതായിട്ട് ആരും വന്നോ, വേറെ എന്താണ് സെറ്റപ്പ്, അവർ വസ്ത്രധാരണ ശ്രദ്ധിക്കുന്നു, അവരുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നു. എന്നിട്ട് നമ്മൾ അതിന്റെ വാലെ പിടിച്ച് ഇത് എവിടുന്നാ മേടിച്ച്, എങ്ങനെ, ആരാ, എന്താ എന്ന് പറഞ്ഞ വേണ്ട, ഒന്നും വേണ്ട. എല്ലാ കാര്യങ്ങളും കിഴിഞ്ഞ് ഞാൻ ചോദിക്കുന്നത്, ഇതെല്ലാം പരാജയത്തിന്റെ നാളിലേക്ക് പോവാണ്. യേശു പറഞ്ഞത്, നിങ്ങൾ ഇവരുടെ എല്ലാം നീതിയെ കവിയണം.
എന്നിട്ട് യേശു കർത്താവ് പറഞ്ഞു നോക്കിയേ, വളരെ ശ്രദ്ധിച്ചു നോക്കിയേ, റബി എന്ന് പേരെടുക്കരുത്. ഒരുത്തൻ അത്ര നിങ്ങളുടെ ഗുരു. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നേ. സാമുദായിക സഭകളിലൊക്കെ വലിയ പുള്ളികളെ അവരെയൊക്കെ പിതാവേ എന്നാ വിളിക്കുന്നേ. പിതാവ്. അങ്ങനെയൊന്നും വിളിക്കാൻ പറ്റത്തില്ലെന്നാ യേശു ഇവിടെ പറയുന്നേ. നിങ്ങൾക്ക് സംശയമുണ്ട്, നിങ്ങൾ ആ വാക്യങ്ങളൊക്കെ വായിച്ചു നോക്കിയേ. ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് എന്ത് ചെയ്യരുത്. 9-ാം വാക്യം വായിച്ചേ, മഞ്ജു ഒന്ന് വായിച്ചേ. ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്. ഭൂമിയിൽ ആരെയും പിതാവേ എന്ന് വിളിക്കരുത്. പിന്നെ എന്തിനാ വിളിക്കുന്നേ? ഒരുത്തൻ അത്രേ നിങ്ങളുടെ പിതാവ്. അത്രേ ഉള്ളൂ. ശ്രദ്ധിച്ചേ, ഭൂമിയിൽ ആരെയും നമുക്ക് അങ്ങനെ വിളിക്കാനുള്ള കൃപയുടെ പ്രമാണത്തിൽ വന്ന ദൈവവേദനില് അങ്ങനെ ഇല്ല. ഇതെല്ലാം അറിഞ്ഞു വെച്ച ആൾക്കാരാണെങ്കിൽ തന്നെ ഒരു കല്യാണത്തിന് നമ്മൾ ഇരുന്നാൽ ആരുടെയെങ്കിലും ഒക്കെ ബന്ധുക്കളോ ചാർച്ചക്കാരോ കുടുംബക്കാരോ ഒക്കെ ഉള്ളവര് ഈ പേരെടുത്ത് ആരെങ്കിലും വന്നിരുന്നാൽ ഈ പറയുന്ന ഇത് ലീഡ് ചെയ്യുന്ന ആള് പോലും അദ്ദേഹത്തെ സംബോധന ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ശ്രേഷ്ഠനും വന്യനുമായ ഒരിക്കലും നമുക്കതിന് അലോഡല്ല. അതൊന്നും നമുക്ക് അംഗീകാരമല്ല. ആരെ അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല. ഒരു പാസ്റ്ററെ ഇവാഞ്ചലിസ്റ്റ് എന്ന് വിളിച്ചതിന് എനിക്ക് ഒത്തിരി പഴി കിട്ടിയിട്ടുണ്ട്. ഒരു പാസ്റ്ററെ അദ്ദേഹത്തിന്റെ ഇൻസിൽ എന്ന് പറയുന്ന ആ പേരിന്റെ ഫുൾ പേരില് ഷോർട്ടിൽ ഇങ്ങനെ ഇട്ടിരിക്കുക. അപ്പൊ EV എന്നായിട്ടിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവാഞ്ചലിസ്റ്റ് എന്നായിരിക്കും EV. അപ്പം പുള്ളിയുടെ പേര് EV ചാക്കോ എന്നാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവാഞ്ചലിസ്റ്റ് ചാക്കോ എന്നായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഇവാഞ്ചലിസ്റ്റ് ചാക്കോ എന്ന് വായിച്ചു. യോഗം കഴിഞ്ഞപ്പോ വലിയ പ്രശ്നമായി. ഞാൻ 40 വർഷമായിട്ട് പാസ്റ്ററാണ്. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇവിടെ ഇങ്ങനെ എഴുതി തന്നിരിക്കുന്നത്, നിങ്ങൾ പാസ്റ്റർ എന്ന് എഴുതിയിട്ടില്ല, എനിക്ക് EV എന്നായിട്ടിരിക്കുന്നത്, ഞാൻ എന്തോന്ന് വായിക്കും? നമ്മളെ ഏറ്റവും കൂടുതൽ അംഗീകാരവും അറിയിക്കപ്പെടുന്നതും ഇവാഞ്ചലിസ്റ്റ് എന്നാണ്. ഇനി പാസ്റ്റർ എന്ന് ആരെങ്കിലും വിളിച്ചോ? ഉപദേശി എന്ന് വിളിച്ചോ? നമ്മളെയൊക്കെ കളിയാക്കി എത്രയോ പേര് എന്നെയൊക്കെ വിളിച്ചോണ്ട് ഓദേശി എന്ന് വിളിച്ചിട്ടുണ്ട്. നമ്മൾ അവരുടെ എല്ലാം മുന്നിൽ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം സഹോദര എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയിട്ടില്ലേ? പ്രിയരെ, ഇതിലൊന്നും ഒരു കാര്യമില്ല. വിളിയിലോ പദവിയിലോ വസ്ത്രത്തിലോ ഇരിക്കുന്നതിലോ മുഖ്യാസനോ അങ്ങാടി വന്ദനോ ഇതിലൊന്നും ഒരു കഴമ്പും കാര്യമില്ല. ഇതിലൊന്നും ഒരു കാര്യമില്ല. ഞാൻ പറയുന്ന ഇത്രേ ഉള്ളൂ, ഇത് ഇങ്ങനെയുള്ള കാലഘട്ടത്തിലും നീ കൃപയിൽ നിൽക്കണം. നമ്മൾ കൃപയിൽ നിൽക്കണം. നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥനായ തന്നെ. എന്നിട്ട് നമ്മൾ വായിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ 12-ാം വാക്യം, തന്നെത്താൻ 12-ാം വാക്യം, ഇവര് തന്നെത്താൻ ഉയർത്തും. നമ്മൾ ചെയ്യരുത്. ഒന്ന്, നമ്മള് ഇതിനകത്തെല്ലാം നമ്മൾ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ പരീക്ഷന്മാർ ചെയ്യുന്നത്, അവര് ചെയ്യത്തില്ല, ചെയ്യാൻ മറ്റുള്ളവരെ പഠിപ്പിക്കും. അവർക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനങ്ങൾ വേണം. അവര് മനുഷ്യർ കാണേണ്ടതിന് പല കാര്യങ്ങളും മനുഷ്യർ കാണേണ്ടതിന് മാത്രം ചെയ്യും. ഭക്തിയുടെ വേഷം. അവർക്ക് മറ്റ് പല കാര്യങ്ങളിലും നമ്മളിപ്പോ വായിച്ച പോലെ
അവരെ ആദരിക്കണം, മാനിക്കണം, അവരെ മുഖ്യ സ്ഥലങ്ങളിൽ കൊണ്ടുനിരുത്തണം, അവരെ അവിടെ നിന്ന് എഴുന്നേപ്പിച്ചു വിടണം, കൈമുത്തണം, കാലുമുത്തണം ഇത്യാദിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ യേശു കർത്താവ് അതിനെയെല്ലാം നഖശികാന്തം എതിർക്കുക. അതിനെല്ലാം അതൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നും നമുക്ക് വേണ്ട, അതൊന്നും നമ്മുടെ കാര്യത്തിൽ സ്വർഗരാജ്യത്തിൽ പോകുന്നതിന് ഇതൊന്നും കാര്യമല്ല. ഇനി ഇവരുടെ ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവർ ആഴ്ച 2 വട്ടം ഉപവസിക്കും. ആ ഉപവസിക്കുന്ന തീയതിയും ഡേറ്റും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവർ ആഴ്ച 2 ദിവസം ഉപവസിക്കും. പിന്നെ ഇവരുടെ ഒരു കാര്യം, ജീരകം, ചതകുപ്പ എന്ന് വേണ്ട, ഇതിനെല്ലാം എന്നാ കൊടുക്കും? ഇതിനൊക്കെ എന്നാ കൊടുക്കും? പതാരം കൊടുക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ ഒരു ഭയങ്കര അബദ്ധധാരണ ഉണ്ടായിട്ടുണ്ട്. ഈ ദശാംശം കൊടുക്കണോ വേണ്ടയോ? ഈ പരീക്ഷന്മാരിത് കൊടുക്കുമായിരുന്നു. അവര് കൃത്യം അളന്ന് തൂക്കി അതുകൊണ്ട്, അത് ജീരകത്തിനും ചതകുപ്പയ്ക്ക് വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ ചുറ്റും നിൽക്കുന്ന കുപ്പച്ചീരയ്ക്ക് വരെ അവർ പതാരം കൊടുക്കും. അത് അളന്ന് തൂക്കി കൃത്യമായിട്ട് കൊടുത്തിരിക്കും. അതിനൊന്നും ഒരു ദാക്ഷിണ്യം. പക്ഷേ ഇന്നത്തെ ഇതെല്ലാം പഠിച്ചു വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴത്തേനും നമുക്ക് കാണാൻ കഴിയുന്നത്, ഇനി 13-ാം വാക്യം ഒന്ന് വായിച്ചേ. 13-ാമത്തെ വാക്യം വേഗം, സമയം പോയി. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം. കേട്ടോ, യേശു പറയാണ്, കപടഭക്തിക്കാരായ പരീശന്മാരും ശാസ്ത്രിമാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം. അടുത്തത്, നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു, എന്നിട്ട് നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടക്കാൻ സമ്മതിക്കുന്നതുമില്ല. കടക്കുന്നവരെ കടക്കാൻ സമ്മതിക്കുകയില്ല. ഇവന്മാരുടെ മറ്റൊരു ആറ്റിറ്റ്യൂഡ്, അവര് എല്ലാവർക്കും ഇവരിതിന്റെ വാതിക്കൽ ഇങ്ങനെ ഇരിക്കുക, ഒരുത്തനെ അങ്ങോട്ട് കയറാനും സമ്മതിക്കുകയില്ല, കയറാൻ ആഗ്രഹിക്കുന്നതിനോട്ട് വിടുകയില്ല. ഇവിടെ പറയുന്ന സ്വർഗരാജ്യം അടച്ചു കളയുന്നു, നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നു. ഈ ദുരുപദേശക്കാർ നിരവധി ഇറങ്ങിയിട്ടുണ്ടേ. ദുരുപദേശക്കാരുടെ ആത്യന്തിക ലക്ഷ്യം എന്തുവാ? അവരാരേലും നിത്യതയിൽ പോണമെന്ന് പറഞ്ഞാണോ അവര് ദുരുപദേശം പറയുന്നേ? ഒരിക്കലും അവൻ നിത്യതയിൽ പോകാനോ സ്വർഗത്തിൽ പോകാനോ അല്ല. ഈ ദുരുപദേശക്കന്മാരുടെ ഏറ്റവും വലിയ കാര്യം, അവരുടെ കുറച്ച് അറിവിനെ അല്ലെങ്കിൽ അവര് കണ്ടെത്തിയ കുറെ കുരുട്ട് ന്യായങ്ങളെ മറ്റുള്ളവന്റെ മേൽ അടിച്ചേൽപ്പിച്ചിട്ട് അവനെ നരകത്തിന്റെ വിറകാക്കി മാറ്റണം. ഇവൻ സ്വർഗത്തിൽ പോകത്തുമില്ല, പോകുന്നവരെ പോകാനൊട്ട് ഇവൻ എന്ത് ചെയ്യത്തില്ല, അനുവദിക്കുകയില്ല. അങ്ങനെയുള്ളവരെ ദൈവദാസന്മാര്, ശ്ലീഹമാര് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയുള്ളവർ നുഴഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവനെ വീട്ടിൽ പോലും എന്ത് ചെയ്യരുതെന്നാ, കാറ്റരുത്. കാരണം നിനക്ക് അവന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപയില്ലെങ്കിൽ, അവനോട് എതിർത്ത് പറയാനുള്ള കൃപയില്ലെങ്കിൽ, അവനെ ജയിക്കാനുള്ള കരുത്തും അറിവുമില്ലെങ്കിൽ അങ്ങനെയുള്ളവരെ വീട്ടിൽ കയറ്റരുത്. വീട്ടിൽ കയറ്റരുത്. പ്രത്യേകിച്ച് ഈ വഷളന്മാരെ നിന്ദ്യനായിട്ടാണ് ദൈവകൃപയുള്ള ദൈവമക്കൾ. വഷളനെ ബഹുമാനിക്കേണ്ട കാര്യമില്ല, അത് കറക്റ്റ് കാര്യമാണ്. നമ്മൾ അങ്ങനെയല്ല, വഷളനെ ബഹുമാനിക്കും, യഹോവ ഭക്തനെ വഷളനായിട്ടാണ് ചെയ്തില്ല. പരീശന്മാരായിട്ടുള്ള ഈ സ്വർഗരാജ്യം അടച്ചു കളയുന്ന ഒരുത്തരെ നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. അത് ആരായാലും അംഗീകരിക്കാൻ പാടില്ല. ഒരുപക്ഷെ നമുക്ക് വലിയ വിലപ്പെട്ട ആളായിരിക്കും, ബോഡ എന്ന് പറയാനുള്ള ആർദ്രത്വം ഉണ്ട്. നമ്മളത് ചെയ്യാനുള്ള കരുത്തും അറിവും നമുക്കുണ്ടാകണം. മെഴുക്ക് പുരട്ടി പരുവൻ നമുക്ക് പാടില്ല.
ഇനിയും നിങ്ങൾ എന്നിട്ട് ഇവരുടെയൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീണ്ടും നോക്കുകയാണെ ഇതിനെല്ലാം കവിയണം. ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ള നിങ്ങൾക്ക് ആ കഷ്ടം. നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. അതെല്ലാം ശ്രദ്ധിച്ചോണം. ഇത് ഹേതുവായി നിങ്ങൾ രൂപേണ എന്ന് പറഞ്ഞാൽ ഇവൻ ഭക്തനാണെന്ന് 10 പേരുടെ മുമ്പിൽ കാണിക്കണം. ചുരുക്കമാക്കി പ്രാർത്ഥിച്ചാട്ടെ എന്ന് പറഞ്ഞാലും 15 മിനിറ്റ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒരു 50 വാക്യം. സഭായോഗത്തിന് പ്രാർത്ഥിക്കുക ചുരുക്കം വാക്കിൽ ഇതിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒരു 20 മിനിറ്റ് പുള്ളി വലിയ പ്രബോധനമാണ് പ്രാർത്ഥനയിലൂടെ. കള്ളന്റെ രാജാവാണ് അവൻ. സ്വർഗരാജ്യത്തിലൊന്നും പോകാനുള്ളവനല്ല അവൻ. ബാക്കിയുള്ളവരെ അങ്ങോട്ട് ഇത് അടയ്ക്കാൻ കയറിയ ഒരു തന്ത്രമായിട്ട് നിൽക്കുകയാണ് പുള്ളി. നമ്മള് ഇവൻ 10 വാക്യമൊക്കെ പറഞ്ഞ് ഒരു കുലുങ്ങും ഒരു 2 ഗ്ലോറിയും ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ വിചാരിക്കും യോ പരമഭക്തൻ. നമ്മൾ ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ആമേൻ പറയുന്നു ഇരിക്കുകയല്ല, നമ്മളും പറയും. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ പ്രാർത്ഥനയുടെ പിന്നിലെ ലക്ഷ്യം വേറെയാ. നിങ്ങൾ നോക്കിയേ, അവിടെ പറഞ്ഞ ഉപായ രൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുന്നു. അല്ലാതെ ഒരുത്തന്റെ രോഗസൗഖ്യത്തിനോ അവന്റെ വിടുതലിനോ അവന്റെ ആത്മരക്ഷയ്ക്കോ അവന്റെ നിത്യതയിൽ പോകാനുള്ള ശുദ്ധീകരണത്തിനോ അല്ല അവൻ പ്രാർത്ഥിച്ചത്. അവൻ ഉപായ രൂപേണ തന്ത്രപരമായിട്ട് ഏതാണ്ട് കാര്യം മനസ്സിൽ കണ്ടോണ്ട് കുരിക്കാൻ വേണ്ടി അതും ഇതും പറഞ്ഞ് 10 വാക്യവും പറഞ്ഞ് പ്രാർത്ഥിച്ചത് ഉപായ രൂപേണ. നമ്മൾ അത് കേൾക്കുമ്പോൾ വിക്ടറി ഒക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കല്ലേ. നമ്മൾ കാര്യമായി ഇവരെ പഠിക്കണം. എന്നിട്ട് നമ്മൾ 14-ാം വാക്യത്തിൽ എന്നിട്ട് വീണ്ടും പറയാം കപടഭക്തിക്കാരായ ശാസ്ത്രിമാർ. ഇവിടെയല്ലേ യേശു പറയുന്നത് ശ്രദ്ധിച്ചോണം. ശാസ്ത്രമാരും നിങ്ങൾക്ക് ആ കഷ്ടം, നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. അയ്യോ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തോ ഒരു സ്നേഹമാ. വാ ബ്രദറെ ഇരിക്കു ബ്രദറെ, തിന്നു ബ്രദറെ, വാ ബ്രദറെ, ഞങ്ങളുടെ വീട്ടിൽ വാ ബ്രദറെ, എല്ലാം ചെയ്യും. പക്ഷേ അവന് വേണ്ടി വട്ടം നിൽക്കുകയാണ്. അങ്ങോട്ട് വാ ബ്രദറെ, ഇതിനെ പിടിച്ചു വലിക്കുക. ഇങ്ങോട്ട് വാ ബ്രദറെ, ഈ ആഴ്ച ഞങ്ങളുടെ വീട്ടിൽ, അടുത്ത ആഴ്ച ഞങ്ങളുടെ വീട്ടിൽ, എല്ലാവരും. പക്ഷെ അവനൊരു കഷ്ടവും വേദനയും വരട്ടെ, അവനൊരു ബുദ്ധിമുട്ട് വരട്ടെ. ഈ പറയുന്ന പിടിവലി നടത്തിയ ഒരൊറ്റ കുഞ്ഞുങ്ങളും അവന്റെ കൂടെ കാണിയല്ല. ഇതെല്ലാം യേശു വളരെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കടലും കരയും ചുറ്റി നടന്ന ഒരുത്തിനെ ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടി. അപ്പം ഈ ചേർത്തവനും എതിന് യോഗ്യനായിരുന്നെന്നാ? നരകത്തിന് യോഗ്യനായിരുന്നു. ഈ നരകത്തിന് യോഗ്യനായവൻ ആ കപ്പലേ കൂടെ നടന്നും പ്ലെയിനെ കൂടെ നടന്നും ഒരുത്തിനെ ഇതിനകത്തോട് മതത്തിലോട്ട് ചേർക്കാൻ നോക്കുന്നേ. പക്ഷെ അവനും നരകത്തിൽ പോകും, ഇവനും പോകും. നിങ്ങളെ ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരയോഗ്യനാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തികൾ, ഇതെല്ലാം കൃപയുടെ പ്രമാണത്തിന് യോജിച്ചതായിരിക്കണം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്താലും സ്വർഗം അംഗീകരിക്കില്ല. നമ്മുടെ സമയം കഴിഞ്ഞു. ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ടായിരുന്നു. നമുക്ക് അടുത്ത ആഴ്ച ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മുടെ കണ്ണുകൾ അടച്ച്, കർത്താവേ, ഈ കർത്താവ് യേശു കർത്താവ് പറയാണ് അവരുടെ നീതിയെ കവിയണം. ഈ പറയുന്ന കപടഭക്തിക്കാരായ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയണം. അല്ലെങ്കിൽ നമ്മൾ നരയോഗ്യന്മാരായി പോകും. നമ്മൾ അതിനാണോ ജീവിക്കുന്നേ? നമ്മൾ അതിനാണ് നരകത്തിലോട്ട് പോകാനല്ലല്ലോ നമ്മൾ ഈ വചനം കേൾക്കുന്നേ.
നരകത്തിലോട്ട് പോകാനല്ല നമ്മൾ സഭയെ ചേർന്നേ. നരകത്തിലോട്ട് പോകാനല്ല നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നേ. നരകത്തിൽ പോകാനുള്ളവരല്ല നമ്മൾ നിത്യതയിൽ പോകാനുള്ളവരാ. ഓശം കരാതനാരവ. ദൈവമക്കളെ, നമുക്ക് വേണ്ടത് നിത്യതയാ. ആമേൻ. ഈ ലോകത്തിലെ താത്വിക ചിന്താഗതിയും ഈ ലോകത്തിലെ ചിന്താഗതിയോടെ നടക്കുന്ന പലരും പല നിലകളിൽ നമ്മളെ ഉപദേശിക്കുന്നു വരാം. പക്ഷേ നമ്മൾ കൃത്യമായി പ്രമാണത്തെ അനുസരിച്ച് ജീവിക്കണം. അതല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. നമ്മളെ കണ്ണുകൾ അടയ്ക്കാം, ദൈവസന്നിധി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, എനിക്കിവിടെ ജീവിക്കാൻ കിട്ടുന്ന ഒരായുസ്. ആമേൻ. നമ്മളിവിടെ ദൈവമക്കൾ ശ്രദ്ധിക്കണം, നിങ്ങൾ എത്ര കാലം എത്ര വയസ്സ് വരെ ഇവിടെ ജീവിച്ചു എന്നൊന്നും കർത്താവ് നോക്കുന്നില്ല. 82 വയസ്സോ അല്ലെ 90ഓ 101 വയസ്സ് വരെ ജീവിക്കാമായിരിക്കും. പക്ഷെ അതല്ല കർത്താവ് നോക്കുന്നേ. നിങ്ങൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാ. എങ്ങനെ ജീവിച്ചു എന്നുള്ളതാ. ഖത്തറിൽ ഞാൻ 20 വർഷം ഉണ്ടായിരുന്നു, ഖത്തറിൽ 40 വർഷം ഉണ്ടായിരുന്നു. ശരിയാ, പക്ഷേ എങ്ങനെ നമ്മൾ ഇവിടെ ജീവിച്ചു എന്നതാ. ആ പുസ്തകമുണ്ട്, 5 പുസ്തകങ്ങളുണ്ട്. ഇതിനകത്തെല്ലാം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ന്യായാസനങ്ങൾ 7 ഉണ്ട്. ഇതെല്ലാം നമുക്ക് ശ്രദ്ധേയമാണ്, പഠിക്കണം. ഇതെല്ലാം അറിഞ്ഞു പോകണം നമ്മൾ പോകാൻ. അതുകൊണ്ട് പേരെഴുതിയാൽ അത് മായ്ച്ചു കളയും. അതുകൊണ്ടൊക്കെ വളരെ ശ്രദ്ധയോടെ നമ്മൾ ഇവിടെ ജീവിക്കണം. ധന്യനായ പൗലോസ് അതുകൊണ്ടാ പറഞ്ഞത്, ഓടിയതും അധ്വാനിച്ചതും ഒന്നും വൃഥാവായി പോകരുത്. ആരുടെയും ബിരുദാരും തെറ്റിച്ച് കളയരുത്. നിങ്ങൾ ചതിക്കപ്പെടരുത്. അതുകൊണ്ട് ശ്രദ്ധയോടെ ജീവിക്കാൻ കൃപയുള്ള ദൈവമക്കൾ ഒരിക്കൽ കൂടെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവേ എന്നെ അനുഗ്രഹിക്കണേ എന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ കൃപയുള്ള ദൈവമക്കൾ സ്തോത്രത്തോടെ ഒരു നിമിഷം കൊണ്ട് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോ ഇന്ന് രാത്രിയിൽ കേൾക്കപ്പെട്ട തിരുവെഴുത്തിന് മുമ്പായി നമ്മളെ സമർപ്പിച്ചുകൊണ്ട് പ്രിയ ഷിജു പ്രാർത്ഥിച്ച് യോഗം നമുക്ക് അവസാനിപ്പിക്കാം.